Assalamualaikum. Welcome back to Salva's kitchen. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ഓണം സ്പെഷ്യൽ ആയിട്ട് ഒരു സേമിയ കൊണ്ട് അടിപൊളി പ്രഥമനാണ്. ഇത് വളരെ ടേസ്റ്റ് ആണ് കഴിക്കാൻ. സേമിയ എപ്പോഴും നമ്മൾ പഞ്ചസാര ഉപയോഗിച്ചൊക്കെ തയ്യാറാക്കല്. ഇത് വ്യത്യസ്തമായിട്ട് ശർക്കരയും തേങ്ങാപ്പാലും ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സേമിയ പ്രഥമൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ സാബുദാന 1/2 കപ്പ് 1 ഗ്ലാസ് വെള്ളത്തിൽ അരമണിക്കൂർ മുൻപായിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് സാബുദാന കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് കുതിർക്കാൻ വെച്ചത്. അപ്പോൾ അതുകൊണ്ട് ആ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഇനി ഇതിലേക്ക് 1/2 കപ്പും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ആദ്യമേ ഇത് നമ്മൾ കുതിർത്ത് വെക്കുമ്പോൾ കുക്ക് ചെയ്തെടുക്കാൻ വളരെ ഈസി ആയിരിക്കും. ഇതിപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. കുതിർത്ത് വെച്ചാൽ പിന്നെ ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ചൂട് കട്ടിലെ ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂസ് എടുത്തിട്ടുണ്ട്. അത് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിപ്പോൾ റോസ്റ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് റൈസിൻസും കൂടെ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി വീണ്ടും ഇത് നമ്മൾ റോസ്റ്റ് ചെയ്തത് മാറ്റി വെക്കാം. ഇനി സെയിം പാത്രത്തിലേക്ക് ഞാൻ ഇവിടെ 100 ഗ്രാം സേമിയാണ് എടുത്തിട്ടുള്ളത്. വളരെ തിന്നായിട്ടുള്ള സേമിയാണ്. ഇനി തിക്കായിട്ടുള്ള ആയാലും കുഴപ്പമില്ല. ഇതൊന്ന് നെയ്യിൽ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഓൾറെഡി റോസ്റ്റ് ചെയ്ത സേമിയാണെങ്കിലും ഒരു 2 മിനിറ്റ് നേരം റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും നല്ല സ്മെല്ലൊക്കെ കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോൾ റോസ്റ്റ് ചെയ്യാത്തതാണെങ്കിൽ നന്നായിട്ട് ബ്രൗൺ നിറാവുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഒരു ബൗള് തേങ്ങയുടെ 2ാം പാലാണ് എടുത്തിട്ടുള്ളത്. ഒരു ഫുൾ തേങ്ങയുടെ തേങ്ങാപ്പാൽ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. ഒരു ബൗളിൽ ആദ്യം ഇത് 1ാം പാലും ചെറിയ ബൗളിൽ 1ാം പാലാണ് വെച്ചിട്ടുള്ളത്. ഈ വലിയ ബൗളിൽ 2ാം പാലാണ്. 2ാം പാൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുമല്ലോ, കുറച്ചും കൂടെ വെള്ളമൊക്കെ കൂട്ടിയിട്ട് അങ്ങനെയാണ്. ഇത് രണ്ടാമത് അടിച്ചെടുത്തിട്ടുള്ള പാലാണ് 2ാം പാല്. ഇനി 2ാം പാലാണ് നമ്മൾ സേമിയ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാലും ശർക്കരയൊക്കെയാണ് ഈ സേമിയ പ്രഥമൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇത് വളരെ ടേസ്റ്റാണ്. ഇനി ഒരു ബൗള് 1 കപ്പ് ശർക്കര 1.5 ഗ്ലാസ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്യിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ലൂസായിട്ട് തന്നെയാണ്. കാരണം ഇനി ഇതിലേക്ക് നമ്മൾ വേറൊരു വെള്ളമൊന്നും ആഡ് ചെയ്യണില്ല. അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത്, ഒരു 2 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ടേസ്റ്റിന് വേണ്ടിയിട്ട്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ സമയത്താണ് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സാബുദാന അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കാരണം സാബുദാനയിലും നമ്മൾ മധുരമൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി എല്ലാം കൂടെ ഈ ശർക്കരയിൽ കിടന്ന് നന്നായിട്ട് പിടിക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. സേമിയൊക്കെ ഒരുപാട് അങ്ങ് കുക്ക് ചെയ്തെടുക്കാണ്ടാവില്ല. പിന്നെ സാബുദാന ഓൾറെഡി കുക്ക് ചെയ്തതുമാണ്. അതിപ്പോൾ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 1ാം പാൽ ഒഴിച്ചു കൊടുക്കുക. 1ാം പാൽ ഒഴിച്ചതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് അങ്ങ് തിളപ്പിക്കരുത്. ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് എടുത്താൽ മതി. പിന്നെ ഒരുപാട് തിക്കാക്കിയിട്ടില്ല. സേമിയ എന്ന് പറയുന്നത് കുറച്ച് തണുക്കുമ്പോഴിത് ഓൾറെഡി നല്ല തിക്കായിട്ട് വരും പായസം. അപ്പം നന്നായിട്ട് തിക്കായിട്ടില്ല. ഇനി ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഈ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. കാരണം ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടെ തിക്കായിട്ട് കിട്ടും. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണിത്. നമ്മൾ തേങ്ങാപ്പാലൊക്കെ ആദ്യം ഒന്ന് റെഡിയാക്കി വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ റോസ്റ്റ് ചെയ്തിട്ടുള്ള ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നട്ട്സും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ജീരകത്തിൻ്റെ പൊടിയൊക്കെ എല്ലായിടത്തേക്കും എത്താൻ വേണ്ടിയിട്ട്.
എന്നിട്ട് ഇത് കുറച്ച് തണുത്തതിന് ശേഷം സെർവ് ചെയ്യാണ് കൂടുതൽ നല്ലത്. അങ്ങനെ ആകുമ്പോൾ ഇതൊന്നും കൂടെ തിക്കായിട്ടും കിട്ടും. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടും വരും. ഇത്ര ഈസി ആയിട്ട് തന്നെ നമ്മുടെ സേമിയ പ്രഥമൻ തയ്യാറാക്കാൻ പറ്റും. ഞാൻ ഇതവിടെ നമ്മുടെ സേമിയ പ്രഥമൻ ഒന്ന് തണുത്തതിന് ശേഷം സെർവിങ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒന്നുകൂടെ തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടെ തിക്കാവും. ഇത് വളരെ ടേസ്റ്റാണ് കഴിക്കാൻ. സാധാരണ സേമിയ പായസത്തിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടാണിത്. ടേസ്റ്റിലും മുൻപന്തിയിൽ ഈ സേമിയ പ്രഥമനാണ്. ശർക്കര ആയതുകൊണ്ട് പഞ്ചസാര ഉപയോഗിക്കാത്തവർക്കും പഞ്ചസാര ഇഷ്ടമില്ലാത്തവർക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പായസമാണ് ഈ സേമിയ പ്രഥമന്. അതുപോലെ തന്നെ ശർക്കരയും തേങ്ങാപ്പാലുള്ള കോമ്പിനേഷൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് നമ്മുടെ ഈ സേമിയ പ്രഥമൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തവർ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.